ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൗരോർജ്ജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്ര മന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് DGPക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ ക്ലീൻ ചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം UDF നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി KM ഷാജി. PM ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവെച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതന് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ R സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. R സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് R സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ VV രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു LDF UDF അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ VV രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ഭത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻ വർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47 ലക്ഷം രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് ജൂൺ 10-നാണ് നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചുനാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻവരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബദ്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിനിറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മണി മുതൽ iffk.in എന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ 10 വരെ എൻട്രികൾ സമർപ്പിക്കാം. 2025 സെപ്റ്റംബർ 1-നും 2026 ഓഗസ്റ്റ് 31-നും ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 ഡിസംബർ 11 മുതൽ 18 വരെയാണ് 31ാമത് IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സാമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137ാം ജന്മദിനാചരണം മീൻചന്ത ഹിന്ദി കോളേജിൽ നടന്നു. സഭ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ TK വിശാൽ, അൻസ ബാബു, രാജേഷ് രമേശ്, രശ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.